കേരള സിവിൽ സർവീസിലെ ഏറ്റവും വലിയ വിപത്തായ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ നിരന്തരം പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ പ്രസ്ഥാനമായ സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരള വിരമിച്ച പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് റിട്ടയർഡ് NPS ഫോറം. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് ജീവനക്കാർ വിരമിക്കാറായോ എന്ന് ഇപ്പോഴും പ്രമുഖ സർവീസ് സംഘടനകൾ ആശ്ചര്യപ്പെടുമ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് NPSൽ നിന്ന് വിരമിച്ച ആളുകളെ കണ്ടെത്തുകയും അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഈ പദ്ധതിയുടെ ദോഷവശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറമാണെന്ന തിരിച്ചറിവിൽ വിരമിച്ച ആളുകളെ ചേർത്ത് നിർത്താൻ SNBACCK മുന്നിട്ടിറങ്ങി. ജോലി ചെയ്തിരുന്ന സമയത്ത് സാന്നിധ്യം കൊണ്ടും സംഭാവനകൾ കൊണ്ടും രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ വിരമിച്ചപ്പോൾ സംഘടന കൊള്ളുന്നു തന്നെ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് വിരമിച്ചവർക്ക് ട്രഷറിയുമായോ സർക്കാരുമായോ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അവരുടെ വിവരശേഖരണം അതികഠിനമായിരുന്നു. നിരവധി വകുപ്പുകളിലേക്ക് പലതവണ വിവരാവകാശ പ്രകാരം അപേക്ഷകൾ കൊടുക്കുകയും വിവരശേഖരണം നടത്തുകയും അതോടൊപ്പം വിരമിച്ച NPS ജീവനക്കാരുടെ കൂട്ടായ്മ രൂപീകരണ വാർത്തകൾ പത്രങ്ങളിൽ കൊടുക്കുകയും വിരമിച്ച ജീവനക്കാർ വഴി മറ്റുള്ളവരുടെ വിവരശേഖരണം നടത്തിയുമാണ് ആദ്യഘട്ടങ്ങളിൽ പല പേരുകളിൽ വിരമിച്ചവരുടെ വാട്സാപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചത്. കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച വിരമിച്ച പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരുടെ യോഗത്തിൽ നിരവധി വിരമിച്ച ജീവനക്കാർ പങ്കെടുക്കുകയും റിട്ടയർഡ് NPS ഫോറം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു. ഈ കൂട്ടായ്മ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുന്നിൽ ജൂൺ 19 ഒരു സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. സമാന രീതിയിൽ മറ്റ് ജില്ലകളിലും NPSൽ നിന്ന് വിരമിച്ച ജീവനക്കാർ SNBACCKയുടെ സഹകരണത്തോടെ ഒത്തുചേരുകയും 2024 സെപ്റ്റംബർ 7 ശനിയാഴ്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ NPSകാരന് കുമ്പിളിൽ കഞ്ഞി എന്ന പേരിൽ വേറിട്ടൊരു സമരം നടത്തുകയും ചെയ്തു. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം MES ഹാളിൽ നടന്ന പൊതുയോഗത്തിലാണ് റിട്ടയർഡ് NPS ഫോറം എന്ന പേരിൽ വിരമിച്ച NPS ജീവനക്കാരുടെ സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. സംഘടനാ രൂപീകരണത്തിന് ശേഷം പെൻഷൻ യാചന സമരം, യാചനയാത്ര, 16 ദിവസങ്ങൾ നീണ്ടുനിന്ന കണ്ണീർ സമരം തുടങ്ങി നിരവധി സമരങ്ങൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ റിട്ടയർഡ് NPS ഫോറത്തിന്റെ പേരിൽ നടത്തപ്പെടുകയുണ്ടായി. മിനിമം പെൻഷനും DCRGക്കും വേണ്ടിയുള്ള വിരമിച്ചവരുടെ പോരാട്ടങ്ങൾക്ക് വിലങ്ങുതടിയായി ഭിന്നിപ്പുകൾ ഉണ്ടാക്കുവാൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുമ്പോഴും SNBACCKയുടെ പിന്തുണയോടുകൂടി റിട്ടയർഡ് NPS ഫോറം പൂർവാധികം ശക്തിയായി സമരവീഥികളിൽ സധൈര്യം അവകാശ പോരാട്ടങ്ങൾക്കായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വിരമിച്ച പങ്കാളിത്ത പെൻഷൻകാർ നേരിടുന്ന കടുത്ത അവഗണനയും നീതി നിഷേധവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLAമാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ നിവേദനങ്ങളുമായി റിട്ടയർഡ് NPS ഫോറം പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അവകാശ പോരാട്ടങ്ങൾ വിജയം വരെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും.